ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനാ സഹായങ്ങൾ എഴുതി അറിയിക്കുന്ന എല്ലാവർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി തക്ക സമയത്ത് ഇടപെട്ടിരിക്കും. കാത്തിരിപ്പാനുള്ള വരം കർത്താവ് നൽകി ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും വലിയ വിജയം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തോടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 65 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു. ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ വിളിച്ചുണർത്തി ഈ സമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഈ ദിവസം അങ്ങയുടെ കൃപാകടാക്ഷങ്ങൾ കാരണം ഇന്നെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ ജോലികളും സമയത്തിന് മുൻപേ ചെയ്തു തീർക്കാനുള്ള കൃപ നൽകണമേ. കർത്താവെ, ഇന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ, പ്രത്യാശ. അങ്ങയിൽ ഞങ്ങൾ സംതൃപ്തി കണ്ടെത്താൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം ഇന്നോളം ഞങ്ങൾക്ക് നൽകിയ കൃപകളെ അത് ഓർത്ത് സംതൃപ്തപ്പെടാൻ, സന്തോഷിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഞാൻ ഈ സമയം കർത്താവേ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റുമ്പോൾ, ഞങ്ങൾ ബലഹീനാവസ്ഥയിൽ, ഞങ്ങളുടെ പാപാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിച്ച് എല്ലാ തിന്മയിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കി ദൈവമക്കളായി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്ന് ഞങ്ങൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ സമൃദ്ധി ഉണ്ടാകണമേ, വിജയമുണ്ടാകണമേ, നിന്റെ കരമുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കർത്താവേ നീ വിജയം നൽകണമേ. ഞങ്ങളുടെ യാത്രകളിൽ നീ സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിന്റെ കരുതലുണ്ടാകണമേ. ഈ ലോകം മുഴുവനുമുള്ള വേദനയിൽ കഴിയുന്ന, നിരാശയിൽ കഴിയുന്ന, പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ വിടുതലിൻ്റെ കരം, നിന്റെ രക്ഷയുടെ കരം ഞങ്ങളുടെ മേൽ, ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നെല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉയർച്ചയും സമൃദ്ധിയും ഐശ്വര്യവും പുനഃസ്ഥാപിച്ച് വിജയം നൽകി ഇന്ന് എല്ലാം അവിടുന്ന് ക്രമീകരിച്ചു തരട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ സംതൃപ്തി നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.